ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് സൽക്കാര വീടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ജിലേബി ദോശമാവ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു രീതി കാണിക്കാനായിട്ടാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് അതേ ജിലേബിയുടെ ടേസ്റ്റിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിട്ടത്. ഈ ദോശയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് മാവൊക്കെ കുറച്ച് ഒരു ഗ്ലാസ്സൊക്കെ മതിയാവും മാറ്റി വെച്ചിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൊണ്ടു. വളരെ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇന്നലെ ചുട്ട ദോശയിൽ നിന്ന് കുറച്ച് മാവ് മാറ്റി വെച്ചതാണ് കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ചൊന്നും ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കിത് 2 കളറിൽ ഉണ്ടാക്കിയെടുക്കണം. ഒന്ന് ചുവപ്പും ഒന്ന് മഞ്ഞിട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് ചുവപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഇതിനകത്ത് തന്നെ നന്നായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്തെടുക്കുന്നത് ഇതിലേക്കുള്ള പഞ്ചസാരയാണ്. അപ്പോൾ നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൊണ്ട് ചേർത്ത് കൊടുക്കുക. 2, 3, 4 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ലയിച്ച് ചേർക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയാണ് കേട്ടോ. ഇത് ചേർത്തെടുക്കുന്നത് നമ്മൾ ദോശമാവ് മാത്രമാണെങ്കിൽ നന്നായിട്ട് ജിലേബി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും, നന്നായിട്ട് കുഴഞ്ഞു പോവും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 2 ടേബിൾ സ്പൂണാണ് കേട്ടോ. ഈ ഒരു ഗ്ലാസ്സൊക്കെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ആ ഷേപ്പിൽ കിട്ടണമല്ലോ ജിലേബിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു കുട്ടികളുടെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ നിപ്പിൽ നന്നായിട്ടൊന്ന് ഇതിൻ്റെ ഹോളൊന്ന് വലുതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പപ്പടക്കോൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ബാറ്ററി ഇതിലേക്ക് നിറക്കുക. പിന്നെ നമുക്കിനി ഇതില്ലെങ്കിൽ സാധാരണ ഒരു കുപ്പി, ചെറിയൊരു കുപ്പി, സാധനത്തിൻ്റെ കുപ്പി എടുത്തിട്ട് അതിൻ്റെ മൂടിയില്ല അടപ്പിന് ഇതുപോലൊരു ഓട്ട കുത്തിയാലും മതി. ഇതുപോലെ ഹോൾസ് ഇടുക, എന്നിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുണ്ടായതുകൊണ്ട് ഇത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. ഇനി നമ്മൾ ബാറ്ററിയോടെ ഇതിൽ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു നല്ല ചട്ടി ചൂടാക്കിയെടുക്കുക. നന്നായിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുപ്പിയിൽ നിറച്ചിട്ടുള്ള ബാറ്ററി ഇതുപോലെ നമുക്ക് ജിലേബിയുടെ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാക്കുക. അപ്പോൾ എന്നിട്ട് ഒരു വശം വന്നിട്ട് ഒന്ന് മറിച്ചിട്ടെടുക്കുക. 2 വശവും വേവിച്ചിട്ട് നമുക്ക് അത് മാറ്റി വെക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ എല്ലാ ജിലേബിയും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് ആദ്യം റെഡ് കളറാണ്, പിന്നെ യെല്ലോ കളർ ചേർത്തിട്ട് യെല്ലോ കളറിലെ ജിലേബിയും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം കുറച്ച് മാവ് മതിയിട്ട് നമുക്ക് ഒരുപാട് തയ്യാറാക്കാനായിട്ട്. പിന്നെ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കുക. നന്നായിട്ട് വേണമെങ്കിൽ നന്നായിട്ട് ചേർത്തെടുക്കുക, കുറച്ച് മതിയെങ്കിൽ കുറച്ചും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ ദോശമാവ് ഉപയോഗിച്ചിട്ടുള്ള നമ്മൾ ജിലേബി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളാണ്, കഴിക്കാനായിട്ടും അതിലേറെ ടേസ്റ്റുമാണ് കേട്ടോ. കുട്ടികൾക്ക് വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്ക് ദോശയൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ദിവസമൊക്കെ ഇനി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൊണ്ടു. ഒരു പണിയില്ല, നമുക്ക് വളരെ ടേസ്റ്റായിട്ടുള്ള നമ്മൾ സൽക്കാര വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ജിലേബിയുടെ ടേസ്റ്റിലും ഒക്കെ നമുക്ക് ജിലേബി തയ്യാറാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ജിലേബി. ഫസ്റ്റ് തയ്യാറാക്കിയത് റെഡാണ്, അതിന് വല്ല ഷേപ്പൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ യെല്ലോ ആണ്. അപ്പോൾ യെല്ലോ കുറച്ചൊക്കെ ശരിയായിക്കുന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.